ഒരു മാധ്യമ സ്ഥാപനത്തെ ഉപയോഗിച്ച് ഒരു സ്റ്റോറി പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് പബ്ലിക്കലി ഹ്യൂമിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ പിന്നെ ഓരോ സ്ഥലത്തും ആ കള്ളം തിരുത്താൻ വേണ്ടി ഓടി നടക്കണം. ഇത് ഒരു ട്രെൻഡാവുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. ഇപ്പം കണ്ണൂർ നവീൻ ബാബു എന്ന് പറഞ്ഞ ഒരു ADM, അദ്ദേഹത്തിനെതിരെ ഒരു സംഭവം പറയുന്നു, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു മാധ്യമം അവിടെ ഉണ്ടാവുന്നു, അത് ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാതെ എയർ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ മാനം ഹനിക്കുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? ഇത് തന്നെ നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതാണോ, ഈസ് ദിസ് ഹൗ തിങ്സ് വർക്ക്? ഇതൊരു സിസ്റ്റമാക്കി അങ്ങ് കൺവേർട്ട് ചെയ്തിരിക്കുകയാണോ? ഒരു മാധ്യമമായിട്ട് ചേരുക, ഒരു വാർത്ത പ്ലാൻ ചെയ്യുക, അത് കഴിഞ്ഞ് അയാൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, എനിക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പോയി ആത്മഹത്യ ചെയ്യണോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ. കലക്ടർ ബ്രോ എന്ന N. പ്രശാന്ത് IAS തലശ്ശേരിക്കാരനാണ്. അദ്ദേഹം ബ്രണ്ണൻ കോളേജിലാണ് പഠിച്ചത്. പ്രശാന്തിൻ്റെ അച്ഛൻ ISRO ഉദ്യോഗസ്ഥനാണ്. പ്രശാന്ത് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ SFI നേതാവായിരുന്നു. പിണറായി വിജയൻ്റെ മകൻ്റെ ഭാര്യ വീട്ടിന് സമീപമാണ് പ്രശാന്തിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. പ്രശാന്തും പ്രശാന്തിൻ്റെ അച്ഛനും കോടിയേരി ബാലകൃഷ്ണൻ്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. കോടിയേരി പലപ്പോഴും പ്രശാന്തിൻ്റെ വീട്ടിൽ പോയിട്ടുമുണ്ട്. പ്രശാന്ത് IAS നല്ലൊരു എഴുത്തുകാരനാണ്. സറ്റയർ സാഹിത്യമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. VKനെ പോലെയും സഞ്ജയനെ പോലെയും നർമ്മം കലർന്ന ആക്ഷേപഹാസ്യ ലേഖനങ്ങൾ പ്രശാന്ത് ആനുകാലികളിൽ എഴുതിയിട്ടുണ്ട്. പ്രശാന്തും പ്രശാന്തിൻ്റെ മകളും നല്ല കാർട്ടൂണിസ്റ്റും ചിത്രകാരിയുമാണ്. ഭാര്യ ലക്ഷ്മി എല്ലാം ആസ്വദിക്കുന്ന നല്ലൊരു സഹൃദയ ഭാര്യയും. സുകുമാറിൻ്റെയും VKൻ്റെയും ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരുടെ ഹാസ്യഭാവനയിൽ മനംനൊന്തവരാണ്. എന്നാൽ പ്രശാന്തിൻ്റെ ഭാര്യ അങ്ങനെയല്ല. തികഞ്ഞ അനുകമ്പാശീലയായ സഹൃദയായ ഉത്തമ ഭാര്യയാണ്. 2007 IASകാരനായ പ്രശാന്തിന് മുൻകാല പരിചയമുള്ളത് നിയമത്തിലായിരുന്നു. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും LLB ബിരുദം 4ാം റാങ്കോടുകൂടി പാസ്സായിട്ടുണ്ട്. അതിൻ്റെ തന്നെ മറ്റാരേക്കാളും നിയമത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാനാണ് പ്രശാന്തിന് താല്പര്യം. പ്രശാന്ത് കോഴിക്കോട് കലക്ടറായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കലക്ടർ ബംഗ്ലാവിൽ ചില്ലിട്ട ഷോക്കേസിൽ വെച്ചിരിക്കുന്നത് K. ജയകുമാർ IASൻ്റെ ഫോട്ടോയാണ്. ജയകുമാറിൻ്റെ പിൻഗാമിയാവാനാണ് കോഴിക്കോട് കലക്ടറായപ്പോൾ പ്രശാന്ത് ശ്രമിച്ചത്. നിയമബിരുദം കയ്യിലുണ്ടായിരുന്നതിനാൽ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ചുമതല നന്നായി വഹിക്കാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജയകുമാറിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചതിനാൽ ജനകീയനാവാനും സാധിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞത് പ്രശാന്തിനെതിരെ ഇപ്പോൾ വാളോങ്ങി പിന്നിൽ നിൽക്കുന്നവരുടെ ചേതോവികാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. കോഴിക്കോടിനെ അടിമുടി മാറ്റാനാണ് പ്രശാന്ത് ലക്ഷ്യമിട്ടത്. അന്ന് കേരള മുഖ്യമന്ത്രിയായ സാക്ഷാൽ ഉമ്മൻചാണ്ടിയേക്കാൾ ജനം പ്രശാന്തിൽ ആശ്വാസം കണ്ടെത്തി. പ്രശാന്തിന് ചുറ്റും കോഴിക്കോട്ടുകാർ താവളമടിച്ചു. കോഴിക്കോട് നഗരത്തെ വിശപ്പില്ലാ നഗരമാക്കി മാറ്റാൻ പ്രശാന്ത് ഒരു നൂതന സംരംഭം തുടങ്ങി. നഗരത്തിൽ ഒരാൾക്കും വിശക്കാൻ പാടില്ല, നഗരത്തിൽ വരുന്ന ഒരാൾക്കും വിശക്കാൻ പാടില്ല എന്നതാണ് പ്രശാന്ത് കണ്ടെത്തിയത്. വിശക്കുന്നവന് മാത്രമേ വിശപ്പിൻ്റെ വിലയറിയൂ എന്ന് പ്രശാന്ത് വിശ്വസിച്ചു പോന്നു. എനിക്കെതിരെ പറയുന്ന എല്ലാ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങൾ ഫയൽ എഴുതരുത്, നിങ്ങൾ ചിരിക്കരുത്, നിങ്ങൾ തമാശ പറയരുത്, എന്ത് പറഞ്ഞാലും ആരെ ഒഫൻഡഡ് ആവുകയെന്ന് എനിക്കറിയില്ല. സംസാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പാരമൗണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട അത് തൊട്ട് കളിക്കുമ്പം എല്ലാ ലോകത്തും, ഇന്ന് പ്രത്യേകിച്ച് ലോകത്ത് എല്ലായിടത്തും നിന്ന് മാത്രമല്ല ഒരു പരിഷ്കൃതമായിട്ടുള്ള സമൂഹത്തിലെല്ലാം ഏറ്റവും പ്രൈമസി കൊടുക്കുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ചിനാണ്. അത് തൊടുമ്പോൾ 100 തവണ ആലോചിക്കും. ഇവിടെ തിരിച്ചാൽ അത് ആദ്യം അങ്ങ് അടിച്ചു വയ്ക്കുക, എന്നിട്ട് എന്ത് പറയാമെന്ന് വേണമെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കാം. ഇത് വേണമെങ്കിൽ പറഞ്ഞു, അത് വേണമെങ്കിൽ പറഞ്ഞു, കുറച്ച് വാ തുറന്നു. അങ്ങനല്ല ഒരു 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 സിവിലൈസ്ഡ് കൺട്രിയിൽ ഉണ്ടാവുക. കോഴിക്കോടിൻ്റെ ഒരു ഡിജിറ്റൽ എൻസൈക്ലോപീഡിയ എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ച് തൻ്റെ സിനിമാ വൈദഗ്ധ്യം കൂടി തെളിയിച്ചു. ഇന്റർനാഷണൽ ബൂർസ് ബെർലിൻ്റെ ഡിജിറ്റൽ എംപവർമെൻറ്റ് അവാർഡ് ലഭിച്ചു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ പ്രശാന്തിൻ്റെ തൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായി നിയമിച്ചു. ആക്ഷൻ കുബേര എന്ന ചെന്നിത്തലയുടെ ആശയത്തിന് പിന്നിൽ പ്രശാന്തായിരുന്നു. ഏത് രാഷ്ട്രീയം എന്നതല്ല പ്രശാന്ത് നോക്കിയത്, ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് എപ്പോഴും അന്വേഷിച്ചത്. രാഷ്ട്രീയക്കാർ വോട്ടിന് വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങും. എന്നാൽ പ്രശാന്ത് ജനങ്ങളുടെ ദുഃഖവും ദുരിതവും നേരിട്ട് മനസ്സിലാക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി. കോഴിക്കോട് അസിസ്റ്റന്റ് കലക്ടറായി പ്രശാന്തിനെ നിയമിക്കുമ്പോൾ അവിടെ കലക്ടറായിരുന്നത് ഇന്നത്തെ വിവാദ നായകനായ ജയതിലകായിരുന്നു. പ്രാരംഭ നിലയിൽ പലതിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും അസിസ്റ്റന്റ് കളക്ടർ എന്ന നിലയിൽ പ്രതികരിക്കാൻ ഒട്ടേറെ കടമ്പകൾ ഉണ്ടായിരുന്നു. അതിൽ അങ്ങനെ പ്രതികരിച്ചതിനൊരു റീസൺ ഉണ്ട്. കാരണം ഇത്തരത്തിലുള്ള പെരുമാറ്റത്തെക്കുറിച്ച് 1 വർഷത്തിന് മേലെ ആയി രേഖാമൂലം ഞാനിത് പരാതിപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് റെക്കോർഡിക്കലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റ രീതികൾ. ഫയല് സ്പെഷ്യൽ സെക്രട്ടറി കാണാതെ നേരിട്ട് സമർപ്പിക്കണമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ തെറ്റായിട്ടുള്ള ഉത്തരവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഫയലിൽ എഴുതരുത്,
അങ്ങനെ പറയാൻ പറ്റുമോ? അതിനുവേണ്ടി ഇല്ലീഗലായിട്ടുള്ള ഓർഡേഴ്സ് ഇറക്കി ഒക്കെ എനിവേ അത് മാത്രമല്ല, ഫയലുകളിൽ അഭിപ്രായം തടസ്സപ്പെടുത്താൻ വേണ്ടി വേറെ രീതികൾ ചെയ്തതും ഒക്കെ റെക്കോർഡിങ്ങിലാണ്. ഇതെല്ലാം ഞാൻ റെക്കോർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിനുള്ള റെമഡി കിട്ടും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഗവൺമെൻറ് അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനിടയിൽ ഇങ്ങനെ ഒരു പരിപാടി കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അപ്പോഴും ക്ഷമയോടെ കാത്തുകെട്ടി ഇരിക്കണമെന്നും എൻ്റെ മാനം പൊക്കോട്ടെ എന്നും പറഞ്ഞാൽ അത്രയും വിശാലഹൃദയനാവാൻ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട്. 2016 വന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രശാന്തിനെ മേഴ്സിക്കുട്ടി അമ്മയുടെ ഫിഷറീസ് വകുപ്പ് സെക്രട്ടറിയാക്കി നിയമിച്ചു. അക്കാലത്താണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ രാജ്യത്തെ കമ്പനികൾക്ക് മീൻപിടിക്കാൻ അനുവാദം നൽകിയത്. മേഴ്സിക്കുട്ടിയമ്മയുടെ ഉത്തരവിൽ പ്രശാന്താണ് ഒപ്പിടുന്നത്. അത് അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല അസംബ്ലിയിൽ കോളിളക്കം സൃഷ്ടിച്ചു. വസ്തുതാപരമായ ആ നടപടി എങ്ങനെയാണ് ചെന്നിത്തലയ്ക്ക് ചോർന്നു കിട്ടിയതെന്ന് ഗവൺമെന്റ് അന്വേഷിച്ചു. എന്നാൽ എല്ലാ കുന്തമുനകളും പ്രശാന്തിലേക്കാണ് തിരിഞ്ഞത്. പ്രശാന്തും ചെന്നിത്തലയും ഒരേ വകുപ്പിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ചങ്ങാത്തമ്മാട് പിണറായി കണ്ടെത്തിയത്. എന്നാൽ പ്രശാന്ത് ഒരിക്കലും പിന്നിൽ നിന്ന് കുത്തുകയോ ഒളിയം പെയ്യുകയോ ചെയ്യാറില്ല. പറയേണ്ടത് നേരെ മുഖത്ത് നോക്കി പറയും. അത്തരം പ്രകൃതക്കാരനാണ് പ്രശാന്ത്. IAS എന്ന 3 അക്ഷരമുള്ളത് കൊണ്ട് ആത്മാഭിമാനം പണയം വെക്കാൻ പ്രശാന്ത് ഒരിക്കലും തയ്യാറായിരുന്നില്ല. MK രാഘവനെതിരെ അഭിപ്രായം പറയുകയും അവസാനം കുന്നംകുളം മാപ്പ് അയച്ച് മാപ്പാക്കുകയും ചെയ്തതിൻ്റെ നർമ്മബോധമാണ് പ്രശാന്തിൻ്റേത്. ഭൂരിഭാഗം IASകാർക്കും ഇല്ലാത്തത് നർമ്മബോധമാണ്. മസിൽ പിടുത്തം മാത്രമാണ് ഒട്ടുമിക്ക IASകാരും അവലംബിച്ചത്. വ്യത്യസ്തനായ ഒരു ബാലനെ പോലെ പ്രശാന്തും വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം സ്ഥാനമാനങ്ങൾ ഇട്ടേച്ച് പോകുന്ന ഭീരുവല്ല. അദ്ദേഹം അതിനകത്തെ കലാപകാരിയാവാനാണ് ഇഷ്ടപ്പെടുന്നത്. തലശ്ശേരിക്കാരൻ്റെ ചോര പ്രശാന്തിലുണ്ടെന്ന ബോധ്യം പിണറായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാതൃഭൂമി പത്രത്തിൻ്റെ ലേഖികയെ വെച്ച് പണി കൊടുത്തതിൻ്റെ പിന്നിൽ ആരാണെന്ന് എല്ലാവരെയും പോലെ പ്രശാന്തിനും അറിയാം. യഥാർത്ഥ പത്രത്തിൻ്റെ ശക്തി പണയം വെച്ചിട്ട് കളിച്ച പത്രക്കളി പ്രശാന്തിനെ നേരെ തിരിച്ചുവിടാൻ ഭരണകൂടത്തിന് കഴിഞ്ഞു. പ്രശാന്തിന് ഇന്ത്യയിലെ അദാനി അംബാനിമാരെ പോലുള്ള കമ്പനികളുടെ ലീഗൽ അഡ്വൈസർ ആവാൻ എളുപ്പം കഴിയും. ഇപ്പോൾ കിട്ടുന്ന സാലറിയുടെ 5 ഇരട്ടി ലഭിക്കും. എന്നാൽ കേരളം എൻ്റേത് കൂടി രാജ്യമാണ് എന്ന് വിശ്വസിക്കുന്ന പ്രശാന്ത് അത്തരമൊരു നിലപാട് എടുക്കാൻ സാധ്യതയില്ല. പ്രശാന്തിനെ മുഴുമിപ്പിക്കാൻ പറ്റാതെ പോയത് ഒരു സിനിമാ മോഹമായിരുന്നു. ഡോക്ടർ അമ്പാടി IASും പ്രശാന്തും ചേർന്ന് കഥയും തിരക്കഥയും എഴുതിയ ഒരു സിനിമയുടെ നിർമ്മാണം പകുതി വഴിക്ക് നിന്നുപോയതാണ്. പരേതനായ IV ശശിയുടെ അവസാന സിനിമയായി മാറേണ്ട പ്രസ്തുത സിനിമ ഗോകുലം ഗോപാലൻ നിർമ്മിക്കാമെന്ന് ഏറ്റതുമാണ്. IV ശശിയുടെ സിനിമകളിലൂടെ വന്ന മമ്മൂട്ടിയും മോഹൻലാലും ഒരു ഗുരുദക്ഷിണയായി സിനിമയിൽ അഭിനയിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതാണ്. ഒപ്പം മഞ്ജു വാര്യറും. 3 സൂപ്പർ താരങ്ങളെ ഒന്നിച്ച് അഭിനയിപ്പിച്ച് ഒരു സൂപ്പർ സിനിമയാക്കി മാറ്റാൻ ഒരുങ്ങുമ്പോഴാണ് IV ശശിയുടെ മരണം ഭവിച്ചത്. ആ സിനിമ റിലീസായെങ്കിൽ ഒരുപക്ഷെ പ്രശാന്തിൻ്റെ ഭാവി മറ്റൊന്നാകുമായിരുന്നു. പ്രശാന്തിനെ തളക്കുക അത്ര എളുപ്പമല്ല. കാരണം പ്രശാന്തിന് ഒരുപാട് കഴിവുകളുണ്ട്, കുറേയേറെ നല്ല ബന്ധങ്ങളുണ്ട്. പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ നർമ്മത്തിൻ്റെ വേരോട്ടം പലതിലും കാണാം. അത് കാണാനും തിരിച്ചറിയാനുമുള്ള വിവേകമാണ് എതിർക്കപ്പെടുന്നവർ കാണിക്കേണ്ടത്. കുഞ്ചൻ നമ്പ്യാരുടെ കാലം മുതൽ തുടങ്ങിയ സറ്റയർ സാഹിത്യം കോടതികളിൽ പോലും നിലനിൽക്കില്ല. ആക്ഷേപഹാസ്യമാണ് അത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ. അത് ചീഫ് സെക്രട്ടറി ഉപദേശിച്ചാൽ മതിയാവില്ല. മാറേണ്ടത് ചീഫ് സെക്രട്ടറിയുടെ മനോഭാവവും മുഖ്യന്റെ മനസ്സിലിരിപ്പുമാണ്. എല്ലാവരും നല്ല കുട്ടികളായാലും സ്കൂളുകൾ വിരസമാകുമെന്ന MN വിജയന്റെ സങ്കല്പമാണ് ഇവിടെ പറയേണ്ടത്. ഉറങ്ങാനല്ല, ഉറക്കം നടിക്കാനുമല്ല. ഉറക്കമില്ലാത്ത രാവുകളെയാണ് പ്രശാന്തിനെ പോലുള്ള ജനാധിപത്യ മനുഷ്യസ്നേഹികൾ ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം കൈകോർക്കാൻ ഞങ്ങളുണ്ടാകും. വിഷൻ ഇന്ത്യ TV.